ദിവസം ഒരു 3000 രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 3000 അല്ല കേട്ടോ, നമുക്ക് അതിലും കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു 3000 രൂപയ്ക്ക് നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന, നമ്മൾ ഇടപഴകുന്ന എല്ലാ മേഖലയിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റബ്ബർ ബാൻഡ് എന്നുള്ളത്. നമുക്കറിയാം, ബാങ്കുകൾ, അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പുകൾ, റീറ്റെയിൽ ഷോപ്പുകൾ, മെഡിക്കൽ ഷോപ്പുകൾ എന്ന് വേണ്ട ഒരുപാട് സ്ഥാപനങ്ങളിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അല്ലേ. ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് സെറ്റപ്പിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റബ്ബർ ബാൻഡ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, റബ്ബർ ബാൻഡ് പ്രൊഡക്ഷൻ ബിസിനസ് എന്ന് പറയുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. അതേപോലെ തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു മാനുഫാക്ചറിങ് ബിസിനസ് കൂടിയാണ്. ഓക്കെ, നമുക്കറിയാം, ഇപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പുകൾ, ബാങ്കുകൾ, അതേപോലെ തന്നെ പാക്കിംഗ് യൂണിറ്റുകൾ, ഹോൾസെയിൽ മാർക്കറ്റുകളിലൊക്കെ, അതേപോലെ തന്നെ റീറ്റെയിൽ മാർക്കറ്റ്, എല്ലായിടത്തും എല്ലാ സ്ഥാപനങ്ങളിലും റബ്ബർ ബാൻഡ് എന്നുള്ളത് ഒരു ആവശ്യമായിട്ടുള്ള സംഭവം, അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾക്കിപ്പോൾ കൂടുതൽ നമുക്കറിയാം, ഈ സ്റ്റേഷനറി ഷോപ്പുകളായാലും ബാങ്ക്, അതുപോലെ തന്നെ ഓഫീസുകൾ, വെജിറ്റബിൾ ഷോപ്പുകൾ, പാക്കിംഗ് ഷോപ്പുകൾ, ഇത് നമുക്ക് ഓൺലൈനിൽ വിൽക്കാം. ഇപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ പോയിട്ട് നമുക്കിത് വിൽക്കാൻ കഴിയും. അതേപോലെ തന്നെ ഹോൾസെയിൽ മാർക്കറ്റുകൾ, നമുക്കറിയാം, ഈ റബ്ബർ ബാൻഡ് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാമല്ലോ, റബ്ബർ ബാൻഡ് ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ഇതിനെ വിൽക്കാൻ കഴിയും, നല്ല രീതിയിൽ ബൾക്ക് ഓർഡറായിട്ട് നമ്മൾക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് വേണ്ട മെഷീൻസ് എന്ന് പറയുന്നത്, ഇതിനായിട്ട് നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെഷീൻസും കാര്യങ്ങളൊക്കെ വേണ്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട മെഷീൻസ് എന്ന് പറയുന്നത്, ഇത് റബ്ബർ ഷീറ്റ് കട്ട് ചെയ്യുന്നൊരു മെഷീൻ വേണം. അതേപോലെ തന്നെ റബ്ബർ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് നമുക്ക് അതിൻ്റെ ഷീറ്റ്, റെഡി ആയിട്ടുള്ള ഷീറ്റ് നമുക്ക് മേടിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഈ റബ്ബർ ബാൻഡ് കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ, അതേപോലെ ഈ സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്യുന്ന മെഷീൻ, അതേപോലെ തന്നെ പാക്കിംഗ് മെഷീൻ, അതിപ്പോൾ മാനുവലായാലും നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു മെഷീനിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, നമുക്കിതിൻ്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മാനുവലും അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 80,000 മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെയൊക്കെ ഇതിൻ്റെ ഒരു എമൗണ്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത്ര എമൗണ്ട് ചിലവാക്കി നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവമാണ്. നല്ല ബിസിനസ്സാണ്, നല്ല കൂടുതൽ കോമ്പറ്റീഷൻസ് ഒന്നും ഇല്ലാത്തൊരു ബിസിനസ്സും കൂടിയാണ് കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, നമുക്ക് റബ്ബർ ഷീറ്റ് മെയിനായിട്ട് വേണ്ടത്, പിന്നെ അതുപോലെ കളറ് വേണം. അത് ഓപ്ഷനിലാണ്, പക്ഷേ കളറ് വേണം. നമുക്കറിയാമല്ലോ, നല്ല പല രീതിയിലുള്ള കളറിൽ റബ്ബർ ബാൻഡ് നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടൽക്കം പൗഡർ, അതേ നമുക്ക് ബാൻഡ് സ്റ്റിക്ക് ആവാതിരിക്കാനുള്ള സാധനമാണ്. അതേപോലെ പാക്കിംഗ് കവറുകൾ, ഇത്രയാണ് നമുക്ക് റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ചെറിയ പൈസയ്ക്ക് നമുക്ക് റോ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക്. പിന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ രീതികൾ എന്ന് പറയുന്നത്, നമുക്ക് മെയിനായിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ റബ്ബർ ഷീറ്റ് എടുക്കുക, അതേപോലെ തന്നെ ഷീറ്റ് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുക, ആവശ്യമായ സൈസിൽ അതിൻ്റെ ബാൻഡ് റൗണ്ട് കട്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ സൈസ് നോക്കി കട്ട് ചെയ്യുക, ടെൽക്കം പൗഡർ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ വെയിറ്റ് അനുസരിച്ചിട്ട് പാക്കിങ് 50 ഗ്രാം, 100 ഗ്രാം, 500 ഗ്രാം എന്നൊക്കെയുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ലൈസൻസ് വേണ്ടത് ഉദ്യം രജിസ്ട്രേഷനാണ്. MSME നമുക്ക് എടുക്കുന്നത് നല്ലതാണ്, നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ GST ഹോൾസെയിൽ സപ്ലൈ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത്രയും വലിയ ബിസിനസ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് GST ആവശ്യമാണെങ്കിൽ നമുക്ക് GST കൊടുക്കാം. അതേപോലെ തന്നെ ലോക്കൽ പഞ്ചായത്ത് ലൈസൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അത് പഞ്ചായത്തിലാണ്, പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പാലിറ്റി ലൈസൻസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ മെഷീൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ല, അപ്പോൾ അത് ആ ഒരു എമൗണ്ടാണ് ഏകദേശം വരെ. മെഷീനും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 3 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 1 kg റബ്ബർ ബാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 120 രൂപ മുതൽ 150 രൂപ വരെയാണ് നമ്മൾക്ക് റബ്ബർ ബാൻഡ്
ഉണ്ടാക്കാനായിട്ട് 1 കിലോ റബ്ബർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് വരുന്ന നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 120 രൂപ മുതൽ 150 രൂപ വരെയാണ്. ഇതിൻ്റെ ഒരു വിൽപ്പന നമ്മൾ വിൽക്കുന്ന പ്രൈസ് വരുന്നത് 180 രൂപ മുതൽ 220 രൂപ വരെയാണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് 40 രൂപ മുതൽ 60 രൂപ വരെ നമുക്ക് പെർ കെ ജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു 50 kg വിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് 2000 രൂപ മുതൽ 3000 രൂപ വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു ദിവസം നമ്മൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. ഒരു 50 കിലോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, മാസം നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ 90,000 രൂപ, 1,00,000 രൂപയുടെ അടുത്ത് നമുക്ക് വരുമാനമായി നടത്തും. പക്ഷേ നമുക്കറിയാലോ, ഇതിപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു 50 കിലോനൊന്നല്ല, നമ്മൾ നല്ല രീതിയിൽ വൈഡായിട്ട് നമ്മൾ ഓർഡർ പിടിക്കും. പല ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നമ്മൾ പിടിക്കും. നമ്മൾ ഒരു ഭാഗം അല്ല ചെറിയ രീതിയിലായിരിക്കില്ല നമ്മൾ ചെയ്യുക. കാരണം നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ബൾക്ക് ഓർഡറുകളും കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് അതിന് വൈഡായിട്ട് അതിനെ സെല് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 50 കിലോനൊന്നല്ല അതിൻ്റെ മുകളിലോട്ട് നമുക്കതിനെ വിൽക്കാൻ കഴിയുമെന്നുള്ളത് ഒക്കെയാണ്. അപ്പം എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്കത് 50 കിലോന് മുകളിൽ നമുക്ക് വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേഷനറിയുടെ ഹോൾസെയിൽ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഈ റബ്ബർ ബാൻഡ് കാറ്റഗറിയിൽ പെടുന്ന ഐറ്റംസുകളൊക്കെ നമുക്കറിയാലോ, സ്റ്റേഷനറി ഐറ്റംസുകളായിരിക്കും ഷോപ്പുകളിലേക്കും ഏറ്റവും കൂടുതൽ കിട്ടുക. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പിടിക്കുക. അതേപോലെ തന്നെ ബാങ്കുകൾ, ഓഫീസുകൾ ഡയറക്റ്റ് നമ്മൾ സപ്ലൈ പിടിക്കുക. അതേപോലെ അവിടെയൊക്കെ നല്ല രീതിയിൽ ആവശ്യമുള്ള സാധനമുണ്ട്. എന്ന് വെച്ചാൽ ബൾക്ക് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ ബാങ്ക്, ഓഫീസുകൾ, സ്റ്റേഷനറി ഷോപ്പുകൾ എന്നൊക്കെ പറഞ്ഞാൽ. അതേപോലെ തന്നെ നമ്മൾ സ്വന്തം ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഇറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. വെച്ചാൽ നമ്മളെ പേരിലായിരിക്കും നമ്മൾ ഇടുന്ന ഒരു പേരിൽ ബ്രാൻഡ് നെയിമിലായിരിക്കണം മാർക്കറ്റിൽ ഈ സാധനം പോകേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ലോക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിക്കുക. അപ്പോൾ അവർ വഴി നമുക്ക് നല്ല രീതിയിൽ ഇതിനെ വിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. അപ്പോൾ ഈ ഒരു ബിസിനസ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ബിസിനസ് സെറ്റ് ആവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് പല രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്നവരാണ്. നമുക്ക് റീറ്റെയിൽ ഷോപ്പുകൾ പ്ലാൻ ചെയ്യുന്നവരുണ്ട്, ചെറിയ ബിസിനസ്സുകൾ അതുപോലെ സെയിൽസ് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. ഇത് ഒരു മാനുഫാക്ചറിങ് ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ, ഒരു സംഭവം പ്രൊഡക്റ്റ് ചെയ്തിട്ട് വിപണിയിൽ ഇറക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ബിസിനസ്സാണ്. അപ്പോൾ അത് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള കമ്പമുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വളരെ ചെറിയൊരു ബിസിനസ്സുമാണ്, പക്ഷെ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉള്ളതുമാണ്. നമുക്ക് നല്ല വരുമാനം, നല്ല ബെനിഫിറ്റും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മുദ്രാ ലോണൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. മുദ്രാ ലോണിലൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് തുടങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മുദ്രാ ലോൺ വഴി നമുക്ക് ഫണ്ട് റേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ മുദ്രാ ലോണൊക്കെ പെട്ടെന്ന് അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. കാരണം മുദ്രാ ലോൺ അങ്ങനത്തെ ഒരു ബിസിനസ്സുകൾക്കൊക്കെ മുദ്രാ ലോൺ വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ ബിസിനസ്സാണ് ഈ റബ്ബർ ബാൻഡ് മേക്കിംഗ് പ്രൊഡക്ഷൻ ബിസിനസ് എന്നുള്ളത്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത്, നല്ല രീതിയിൽ ഡിമാൻഡുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.